ആകാശവാണി. നമസ്കാരം. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് മൊബൈൽ ഫോണുകളുടെ ആഗമനം. ഇന്ന് നമ്മുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്നു നിൽക്കുന്നതും സ്മാർട്ട് ഫോണുകളാണെന്ന് പറയാം. ഹണി ട്രാപ്പും മറ്റൊരാളുടെ ചിത്രം ഉപയോഗിച്ച് ചതിയിൽപ്പെടുത്തുന്നതും എല്ലാം ഇന്ന് നിത്യസംഭവങ്ങളായി. ഓൺലൈനിൽ പരിചയപ്പെട്ട പ്രണയിതാവിനെ അന്വേഷിച്ചിറങ്ങി വഞ്ചിതരാകുന്ന കൗമാരക്കാരുടെ കഥകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് പുതുലോകത്തെ ഏറ്റവും നൂതനമായ തട്ടിപ്പുകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും കാലം വഴിമാറി. നവമാധ്യമങ്ങളുടെ സാധ്യതകൾക്കൊപ്പം ചതിയുടെ നാനാ വഴികളും വളരുകയാണ്. പ്രണയ ചതിക്കുഴികളും ഗുരുതര കുറ്റകൃത്യങ്ങളും അക്രമവുമെല്ലാം ചേർന്ന സങ്കീർണ സമസ്യയാണ് വർത്തമാനകാല ജീവിതം. ഇന്ന് ഏതൊരു അസ്വാഭാവിക സംഭവം എടുത്താലും അതിലൊരു പതിവ് വില്ലനുണ്ട്: സ്മാർട്ട് ഫോൺ. ജീവിത സഞ്ചാരത്തെ അനായാസമാക്കുന്ന ഇവ എത്ര വേഗത്തിലാണ് മനുഷ്യരെ ചതിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നത്. എല്ലാ ജീവിത വ്യാപാരങ്ങളുടെയും ഒഴിവാക്കാനാകാത്ത ഘടകമായി മാറിയിരിക്കുകയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. ശരിയായി ഉപയോഗിച്ചാൽ ഏറെ ഉപകാരപ്രദമായ ഈ ശാസ്ത്ര നേട്ടം ഏറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് വസ്തുത. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം IT മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല. ജീവിതത്തിന്റെ സർവ്വമേഖലയിലേക്കും അത് വ്യാപിച്ചു കഴിഞ്ഞു. പണമിടപാടുകളും വ്യാപാരവും വലിയൊരു പങ്ക് ഇന്റർനെറ്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഉപയോഗിക്കാത്തവർ വിരളമാണ്. ഓൺലൈൻ ക്ലാസുകൾക്കായി പ്രൈമറി ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ഫോൺ സ്വന്തമായി ലഭിക്കുന്നു. അതുവഴി വിശാലമായ നവമാധ്യമങ്ങളിലേക്കുള്ള കവാടമാണ് തുറക്കുന്നത്. നേരത്തെ കമ്പ്യൂട്ടർ ഗെയിമുകളും മറ്റും ഉണ്ടാക്കുന്ന അഡിക്ഷനാണ് കുട്ടികളെ ബാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഗെയിമിലൂടെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയ കുട്ടികളുടെ കഥകളാണ് പുറത്തുവരുന്നത്. ഒഴിച്ചുകൂടാനാകാത്ത ഇന്റർനെറ്റ് നവമാധ്യമ ഉപയോഗത്തെ വ്യക്തിപരമായും സാമൂഹ്യമായും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഓരോ സംഭവവും എടുത്തുകാട്ടുന്നത്. നിയമവ്യവസ്ഥ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ലിത്. പുതുതലമുറയ്ക്ക് ബോധവൽക്കരണവും വ്യക്തിത്വ വികസനത്തിനുള്ള പരിശീലനവും നൽകണം. വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കുട്ടികളും മുതിർന്നവരും സ്വമേധയാ ഇരകളായി മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഫലപ്രദമായ ചർച്ചകൾ ആവശ്യമാണ്. മൊബൈൽ ഫോണുകളിൽ നിർബന്ധമായും ലോക്കുകൾ സജ്ജീകരിക്കുക. ഇമെയിൽ പാസ്വേഡുകൾ മറ്റൊരാൾക്ക് ലഭിക്കാത്ത വിധം സംരക്ഷിക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉറപ്പുവരുത്തുക തുടങ്ങിയവ വളരെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട സുരക്ഷാ മുൻകരുതലുകളാണ്. അനാവശ്യ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നൽകുന്ന പെർമിഷനിലൂടെ വ്യക്തിവിവരങ്ങൾ കൈമാറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കണം. ഇന്റർനെറ്റ് ഉപയോഗം അധികമായതോടെ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. മോർഫിംഗ്, മെസ്സേജ് സ്പൂഫിംഗ്, കോൾ സ്പൂഫിംഗ്, ഓൺലൈൻ പണം തട്ടിപ്പ് തുടങ്ങി പല പേരിലും വ്യാപകമായ സൈബർ കുറ്റകൃത്യങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പോലീസ് സൈബർ സെല്ലുകളുടെ ഭാഗമായി പ്രവർത്തന സജ്ജമാണ്. 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ സൈബർ തട്ടിപ്പുകൾ സംബന്ധിച്ച പരാതികൾ നൽകാവുന്നതാണ്. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാവുക എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക അടിസ്ഥാന സൗകര്യ മേഖലാ വികസനങ്ങൾക്ക് ഏറെ അത്യന്താപേക്ഷിതമാണെന്ന വസ്തുത മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടത് നമുക്കറിയാം. കൂടാതെ രാജ്യത്തുടനീളമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണം ഉറപ്പാക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച പ്രഗതി പദ്ധതി ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണ് വലിയ വിജയമായി മാറിയത്. ഇത്തരത്തിൽ മികച്ച മുന്നേറ്റങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന പല ഓൺലൈൻ സംവിധാനങ്ങളുടെയും ദുരുപയോഗവും രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനെതിരെ കർശനമായ പ്രതിരോധ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഏജൻസികളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് സൈബർ തട്ടിപ്പിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. രാജ്യത്ത് ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനയും ഭാരത് നെറ്റ് വഴി പാർലമെന്റിനെയും പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതും ഡിജിറ്റൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ഓരോ രണ്ടാമത്തെ ഡിജിറ്റൽ ഇടപാടും ഇന്ത്യയിലാണ് നടക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം സൈബർ തട്ടിപ്പുകളും ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യമെമ്പാടുമുള്ള പോലീസ് സൈബർ സെല്ലുകൾ 1930 കോൾ സെന്ററുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു.
ये सभी साइबर अपराध को कम करने के लिए और रोकने के लिए संभवतः सभी प्रयास कर रहे हैं और मुझे विश्वास है कि सीबीआई और I4C का ये अनेक सत्रों में बटा हुआ प्रयास और सरकार के सारे विभागों को अलाइन करने में, उनके प्रयासों को संरेखित करने में बहुत महत्वपूर्ण भूमिका निभाएगा. ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി സിബിഐയുടെ സൈബർ ക്രൈം വിഭാഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഭാഗമായ സംസ്ഥാന സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഡാഷ്ബോർഡും അദ്ദേഹം പുറത്തിറക്കി. സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ 20,000 കോടി രൂപയിൽ 8,189 കോടി രൂപ വീണ്ടെടുത്ത് പരാതിക്കാർക്ക് തിരികെ നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും RBIയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മ്യൂൾ അക്കൌണ്ട് ഹണ്ടർ സോഫ്റ്റ്വെയർ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലുടനീളം ഉപയോഗിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. തട്ടിപ്പുകാരുടെ കൈവശം വ്യക്തിവിവരങ്ങൾ എത്താതെ സൂക്ഷിക്കേണ്ടത് പൌരന്മാർ തന്നെയാണ്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും ATM പിൻ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങളും ആർക്കും കൈമാറാതിരിക്കുക. തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെടുക. സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ പണം തിരികെ ലഭിക്കുന്നത് സംബന്ധിച്ച് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ SBIയിൽ നിന്ന് വിരമിച്ച ശ്രീ പ്രകാശ് സുകുമാരൻ ആകാശവാണിയോട് വിശദീകരിക്കുന്നു. ആദ്യമായി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അൺനോൺ ആയിട്ട് ഉള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആരെങ്കിലും വിളിച്ച് നമ്മുടെ OTPയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ നമ്മൾ ഒരിക്കലും അത് റെസ്പോണ്ട് ചെയ്യരുത്. നമ്മുടെ OTP വന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആ OTPയിൽ തന്നെ അത് എന്തിനാണ് എന്നുള്ള വിവരം അതിൽ കാണിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ പൈസ കൊടുക്കുന്നത് ഇപ്പോൾ ഒരിക്കലും സാധാരണ രീതിയിൽ വരുന്നത് പൈസ ഇങ്ങോട്ട് തരാൻ വേണ്ടി OTP എന്ന് പറയും. ഒരിക്കലും പൈസ ഇങ്ങോട്ട് തരുന്നതിന് OTP കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ അൺനോൺ ലിങ്കിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് ലൈക്ക് മൊബൈൽ നമ്പർ, പാൻ നമ്പർ, ആധാർ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പല രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടും. ഇനി ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് പോവുകയോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 1930 നമ്മുടെ സൈബർ ക്രൈമിൻ്റെ ആണ്, നാഷണൽ ക്രൈം നമ്പറാണ്, പോർട്ടലിലെ നമ്പറാണ് 1930. അതിൽ വിളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ഏത് ബാങ്കിലാണോ നമുക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ വിളിച്ച് പറയുകയോ ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞ് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിക്കുക. തുടർന്നുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുക. 1930 വിളിച്ച് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ബാക്കി ബാങ്കുകളെ അലേർട്ട് ചെയ്യുകയും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിയുന്നതും ആ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള മാർഗം ചെയ്യാനും ഇടവരുത്തുന്നതാണ്. സമീപ വർഷങ്ങളിൽ കേരളത്തിലും പൊതുസുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഭീഷണികളിലൊന്നായി സൈബർ കുറ്റകൃത്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കേരള പോലീസ് തുടർന്നു വരുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളും നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് നടത്തുന്ന വിവിധതരം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെതിരെ കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്നാണ് ഓപ്പറേഷൻ സൈഹണ്ട്. 12 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ഓപ്പറേഷനിൽ 382 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 263 വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംശയാസ്പദമായ പണമിടപാടുകൾ, നിയമവിരുദ്ധമായി സമ്പാദിച്ച കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മ്യൂൾ അക്കൌണ്ടുകൾ, ഫിഷിംഗ്, തൊഴിൽ തട്ടിപ്പുകൾ, നിക്ഷേപ കെണികൾ, സംഘടിത ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ തട്ടിപ്പുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ദൌത്യം. സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിന് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി കേരള പോലീസ് നിരന്തരം വിപുലമായ പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. പലപ്പോഴും അതിർത്തി കടന്നുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പിടികൂടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉൾപ്പെടെ അനിവാര്യമാണ്. ഡിജിറ്റൽ നിയമ നിർവഹണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനും കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ പങ്കിടുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളിൽ ഈ ആഗോള സഹകരണം ഏറെ പ്രയോജനപ്പെടാറുണ്ട്. സൈബർ സുരക്ഷാ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പൌരന്മാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ന് പൌരന്മാരെ ഏറെ കുരുക്കിലാക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സംഭവങ്ങളിൽ
മികച്ച ബോധവൽക്കരണം മാത്രമാണ് ഏറ്റവും വലിയ പ്രതിരോധം. വിദ്യാർത്ഥികളും മുതിർന്ന പൌരന്മാരും മുതൽ ബാങ്ക് ഉദ്യോഗസ്ഥരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും വരെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പുതിയ തരം സൈബർ തട്ടിപ്പിന് ഇരയായ വാർത്തകൾ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ ധൈര്യപൂർവ്വം അതിസമർത്ഥമായി ഡിജിറ്റൽ അറസ്റ്റ് നാടകം പൊളിച്ച സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. സൈബർ തട്ടിപ്പ് സംഘം കുടുക്കാൻ ശ്രമിച്ച തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷ് തന്റെ അനുഭവം ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്നു. എനിക്ക് ആക്ച്വലി ഒരു കോൾ വരികയായിരുന്നു. അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ വന്നിരുന്നത്. അച്ഛനായിരുന്നു ഫോൺ വന്നിരുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ കോൾ വന്നപ്പോ തന്നെ അതൊരു തട്ടിപ്പുകാർ വിളിച്ചതായിരിക്കും ആണ് എന്ന് തന്നെ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു. അവര് പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഡിജിറ്റൽ അറസ്റ്റിലാണ്, നിങ്ങൾ ഓൺലൈനിൽ വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കോള്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോ തന്നെ എങ്ങനെ ഇതൊന്ന് നമുക്ക് തിരിച്ച് അവർക്കൊരു പണി കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഇത് ബാക്കിയുള്ളവരെയും കൂടെ അവെയർ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അച്ഛന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതിന്റെ ലൈവ് ഇട്ടിരുന്നു. അങ്ങനെ കുറെ അധികം ആൾക്കാർ കാണുകയുണ്ടായി. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഈ പറയുന്ന ആൾക്കാരെ ഈ കോളിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ഒരു ഇരയായിട്ട് വീണു എന്ന് കാണിക്കത്ത തരത്തിലുള്ള രീതിയിൽ അവരെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അവർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ള രീതിയിൽ അവരവസാനം കോൾ വെച്ചിട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം അടിയന്തര ഇടപെടൽ ആവശ്യമായ മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഇതിനെതിരെ കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് DDAD. ദേശീയ തലത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി പോലീസ് നടപ്പാക്കുന്നത്. പദ്ധതിയിലൂടെ സ്കൂളുകൾ മുഖാന്തരം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നേരിട്ടുള്ള കൌൺസിലിംഗും നടത്തിവരുന്നു. 9497900200 എന്ന നമ്പരിലൂടെ DDAD-ൽ ബന്ധപ്പെടാവുന്നതാണ്. DDAD-ൽ ബന്ധപ്പെടുന്ന കുട്ടികളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. സൈബർ ഓപ്പറേഷൻസ് CI ഹരിലാൽ സംസാരിക്കുന്നു. കുട്ടികളിലെ അമിതമായിട്ടുള്ള ഡിജിറ്റൽ ഉപയോഗം, നെറ്റ് അഡിക്ഷൻ, ഇതിനൊരു കടിഞ്ഞാണിടുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന സംരംഭമാണ് DDAD. കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേരളത്തിലെ 6ഓളം ജില്ലാ കേന്ദ്രങ്ങളിലായിട്ട് DDAD സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങളിൽ പരിഗണന കൊടുത്തുകൊണ്ട് ഒരു അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു തെറാപ്പിയാണ്, ഒരു കൗൺസിലിംഗ് മാർഗനിർദ്ദേശങ്ങളൊക്കെയാണ് അവർക്ക് ആവശ്യം. സൈക്കോളജിസ്റ്റിന്റെ കൂടി സാന്നിധ്യത്തില്, മനഃശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തില് കുട്ടികളെ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗം ഈ DDAD-ലൂടെ നൽകുന്നത്. ഈ കുട്ടികളുടെ വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഒരു ഡിജിറ്റൽ അഡിക്ഷൻ ആവശ്യമാണ്. ഈ സ്ക്രീനുകളിൽ നിന്ന് ഒരു ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരം കുട്ടികൾക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കണം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും പൊതുജന ജാഗ്രതയുടെയും തുടർച്ചയായ നവീകരണത്തിന്റെയും ആവശ്യകത അധികൃതർ ഊന്നിപ്പറയുന്നു. പെൻഷൻ പാസ്ബുക്ക് ഓൺലൈനായി പുതുക്കി നൽകാമെന്ന് പറഞ്ഞ് വിരമിച്ച ബാങ്ക് ജീവനക്കാരന്റെ പക്കൽ നിന്നും പണം തട്ടിയ സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത്. പെൻഷൻ വാങ്ങാനെത്തുന്ന മുതിർന്ന പൌരന്മാരെ ബോധവൽക്കരിക്കാൻ ബാങ്കുകളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടാകുന്നത് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും. സമൂഹത്തെ സൈബർ സുരക്ഷിതമാക്കി നിലനിർത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പോലീസ്, നയരൂപീകരണ വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരുടെ സംയുക്ത ശ്രമം നിർണായകമാണ്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയേൽ, കാർത്തിക വിശ്വംഭരൻ. അവതരണം സുവർണ.